ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ 1000 ബന്ധങ്ങൾ ആവശ്യമില്ല. നിങ്ങളെ ആത്മാർത്ഥമായി മനസ്സിലാക്കുന്ന ഒരാൾ മതിയാകും. സമയം നഷ്ടപ്പെടുക എന്നാൽ ആയുസ്സ് നഷ്ടപ്പെടുക എന്നാണർത്ഥം. നിമിഷങ്ങളുടെ സമ്മേളനമാണ് ഓരോ ദിവസവും. കാറ്റിനേക്കാൾ സുതാര്യവും വേഗവുമാണ് സമയത്തിന്. കടന്നുപോകുന്ന യുവത്വത്തിൻ്റെ നിമിഷങ്ങളെയോർത്ത് വാർദ്ധക്യത്തിൻ്റെ വിരസതയിൽ വിലപിക്കുവാൻ ഇടവരരുത്. ഏതൊരു പ്രതിസന്ധിയിലും തളരാതെ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയണം. ടെൻഷൻ ഒരിക്കലും നമ്മുടെ നാളത്തെ പ്രശ്നങ്ങളെ തീർക്കില്ല, മറിച്ച് അത് നമ്മുടെ മനസ്സമാധാനം നശിപ്പിക്കുകയേ ഉള്ളൂ. 2 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതിലൊന്ന് സഹായിച്ചവരെ മറക്കാതിരിക്കുക, മറ്റൊന്ന് വിശ്വസിച്ചവരെ വഞ്ചിക്കാതിരിക്കുക. എപ്പോഴാണോ നമ്മൾ മറ്റുള്ളവർക്ക് ഭാരമായി തീരുന്നത്, അവിടെ നിന്നും മൗനമായി പിന്മാറണം. എവിടെയാണോ നമ്മൾ കരഞ്ഞത്, അവിടെ നിന്ന് ചിരിക്കാൻ പഠിക്കണം. ആരാണോ നമ്മളെ പരിഹസിച്ചത്, അവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ പഠിക്കണം. ഒരു വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ അയാൾ ചെയ്തത് എല്ലാം മറന്നു എന്ന് അർത്ഥമില്ല. ക്ഷമിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ഓർത്തു വയ്ക്കുക എന്നത് നമ്മുടെ മുൻകരുതലും. 4 തരം ആളുകളിൽ നിന്നും എപ്പോഴും അകലം പാലിക്കുക. 1. നമുക്ക് വേണ്ട വില തരാത്തവരിൽ നിന്ന്. 2. നിരന്തരം കള്ളം പറയുന്നവരിൽ നിന്ന്. 3. ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മെ സമീപിക്കുന്നവരിൽ നിന്ന്. 4. നമ്മുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന്. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പുഞ്ചിരിക്കണം. തളർത്താൻ ശ്രമിക്കുമ്പോൾ തളരാതെ നിൽക്കണം. കുറ്റം പറയുന്നവരുടെ മുമ്പിൽ ജയിച്ചു കാണിക്കണം. പരിഹസിച്ചവരുടെ മുമ്പിൽ എവിടെയും പതറാതെ ജയിക്കണം. നീ നിനക്ക് നൽകുന്ന മൂല്യം അതാവണം. നമ്മളെ കാണണമെന്നോ സംസാരിക്കണമെന്നോ തോന്നാത്ത ഒരാളോട് അതിനുവേണ്ടി യാചിക്കരുത്. യാചിച്ചു കിട്ടുന്നതെല്ലാം ഭിക്ഷയാണ്. അതിൽ സ്നേഹമുണ്ടെന്ന് നമ്മൾ കരുതരുത്. അത് വെറും സഹതാപം മാത്രമായിരിക്കും. വാക്കുകളെ സൂക്ഷിക്കുക. പറഞ്ഞവർ ആ നിമിഷം അത് മറന്നാലും കേട്ടവർ അത് പെട്ടെന്ന് മറക്കില്ല. ആ മനസ്സിൽ 1000 തവണ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കും. സമ്പത്തും സൗന്ദര്യവും ഒന്നുമല്ല നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവയവങ്ങൾക്കും വേദനയില്ലാത്ത ഒരു ദിവസം ആരംഭിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ അനുഗ്രഹം വേറെയില്ല. ക്ഷമിച്ച് ജീവിക്കുന്നവരെ കാണുമ്പോൾ അവർ ഭീരുക്കളാണെന്ന് കരുതരുത്. നമ്മുടെ ക്ഷമ എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും നല്ല ശീലങ്ങളിലൊന്നാണ്. ഏതൊരു ഹൃദയത്തിലാണ് ആ വലിയ കഴിവുള്ളത്, ആ ഹൃദയത്തിൻ്റെ ഉടമ ഒരിക്കലും എവിടെയും പരാജയപ്പെടുകയില്ല. നാവിൽ രുചി തോന്നാത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് പോലെ തന്നെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന മനുഷ്യരെയും ഒഴിവാക്കാൻ പഠിക്കുക. സ്വപ്നം കാണാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവും നമുക്കുണ്ട്. അതിന് ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ പ്രയത്നിക്കാൻ തയ്യാറായാൽ മാത്രം മതി. ഒരു കാർമേഘവും ഒരുപാട് കാലം നിലനിന്നിട്ടില്ല. ഒന്നുകിൽ പെയ്തൊഴിയും, അല്ലെങ്കിൽ സ്വയം ഇല്ലാതാവും. നമ്മുടെ പ്രശ്നങ്ങളുടെ കാലാവധിയും ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്കെല്ലായ്പ്പോഴും സമാധാനം ലഭിക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞു നടക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഓരോ ചെറിയ അവസരത്തിനായും തിരയുക. പരാജിതൻ എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ട് കണ്ടെത്തുന്നു. എന്നാൽ ഒരു വിജയി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അവസരം കണ്ടെത്തുന്നു. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ അവർ നമ്മളെയും സ്നേഹിക്കുമെന്ന വിശ്വാസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം. ജീവിതത്തിലെ എല്ലാ കൊടുങ്കാറ്റുകളും നിങ്ങളെ തകർക്കാനുള്ളതല്ല. ചിലത് നിങ്ങൾക്ക് മുന്നോട്ടു പോകാനുള്ള വാതിലുകൾ മലർക്കെ തുറക്കുവാനുള്ളതാണ്.